ഉമറിനെ പേടി ഉമറിനെ പേടി ഉമറിനെ പേടി എന്നുള്ള ഈ ഒരു സംഗതി കേൾക്കാൻ തുടങ്ങിയത് പ്രവാചകന്റെ കാലം തൊട്ടാണ്. അത് മക്കത്തെ ഉമറിനെ പേടിയാണെങ്കിൽ ഇപ്പോ മുക്കത്തെ ഉമറിനെയാണ് ചിലർക്ക് പേടി. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം CPM-ന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സമസ്തയുടെ സെക്രട്ടറിയും നിലവിലെ വഖഫ് ബോർഡ് അംഗവുമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം പങ്കെടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ സാധാരണ സമസ്ത പണ്ഡിതന്മാർക്കിടയിൽ നിന്ന് നമ്മൾ ഈ നൂറ്റാണ്ടിലും അടുത്ത നൂറ്റാണ്ടിലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഒരു പണ്ഡിതൻ വളരെ ധീരതയോടുകൂടി തന്റെ ഇടത്തോടുകൂടി പിണറായി വിജയൻ പങ്കെടുത്ത CPM-ന്റെ വേദിയിൽ വന്ന് അങ്ങോട്ട് പ്രസംഗിച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നിലവിൽ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്യാധീനപ്പെട്ടു പോകുന്ന വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് വഖഫ് ബോർഡുകളെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ്. പുതിയ നിയമങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ നിയമിക്കണമെന്ന പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ വഖഫ് ബോർഡിൽ പിണറായി വിജയൻ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന തീരുമാനം നടപ്പിലാക്കാൻ തയ്യാറായില്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്. പക്ഷേ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ഷോൺ ജോർജ് കൊടുത്ത പരാതിയിൽ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദങ്ങൾ നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ N ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡിൽ നിന്ന് അവിടെ ഹാജരായി സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ 2 അമുസ്ലിങ്ങളെ വെച്ചിട്ടാണെങ്കിലും നിലവിൽ കേരളത്തിലുള്ള വഖഫ് ബോർഡ് പിരിച്ചുവിട്ട് പുനഃസംഘടിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യവും മുക്കം ഉമർ ഫൈസി ആ വേദിയിൽ പറയുകയുണ്ടായി. KS ഹംസ ലീഗിന്റെ ഇത്തരം കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്തുകൊണ്ട് പുറത്തു വന്ന ആളാണ് നിലവിലെ വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ. മുസ്ലിം ലീഗ് പ്രവർത്തകരും നേതാക്കളും വഖഫ് സ്വത്തുക്കൾ കൈയടക്കിയതിന്റെയും മറ്റും വിശദാംശങ്ങൾ കൃത്യമായി പറയാൻ എല്ലാ അർത്ഥത്തിലും കഴിയുന്ന നിലവിലെ വഖഫ് ബോർഡ് അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം അതങ്ങോട്ട് വെട്ടി തുറന്ന് പറഞ്ഞു. പിണറായി വിജയൻ ഇരിക്കുന്ന വേദിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അത് മുസ്ലിം ലീഗിന് പറ്റിയിട്ടില്ല. അപ്പൊ മുസ്ലിം ലീഗിന്റെ ചോറ്റുപട്ടാളമായി പ്രവർത്തിക്കുന്ന സമസ്തയുടെ കീഴ്ഘടകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തിക്കുന്ന പല സംഘടനകളിലും അബ്ദുസമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി, വഹാബുദ്ദീൻ നദ്വി, അതുപോലെ ഹക്കീം ഫൈസി ആദിർശ്ശേരി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആളുകൾ പണ്ഡിത വേഷധാരികളായ രാഷ്ട്രീയം തലക്ക് പിടിച്ച് മതോന്മത്തന്മാരായി മാറിയ കുറെ പണ്ഡിതന്മാരുണ്ട്. അവരെയെല്ലാം ഇറക്കി വിട്ട് സമസ്തയിൽ നിന്ന് ഉമർ ഫൈസി അങ്ങ് പുറത്താക്കി കളയും എന്നുള്ള നിലപാടാണ് ഇപ്പൊ സ്വീകരിക്കുന്നത്. അപ്പോ ധീരമായ നിലപാട് സ്വീകരിക്കാൻ സമസ്തയിലെ പണ്ഡിതന്മാർക്ക് കഴിയുമെന്നാണ് ഉമർ ഫൈസി മുക്കം ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മുടെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാക്ഷാൽ ജിബ്രി തങ്ങൾ, സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള ജിബ്രി തങ്ങൾ മലപ്പുറത്ത് വന്ന് ഇതിന് സമാനമായി പിണറായി വിജയനെയും അന്നത്തെ LDF സർക്കാരിനെയും വലിയ പ്രശംസ ചൊരിഞ്ഞുകൊണ്ട് സംസാരിച്ചു നമ്മുടെ മുമ്പിലുണ്ട്. സമസ്തയിലെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് 40 പണ്ഡിതന്മാർ അടങ്ങുന്ന ഒരു പണ്ഡിത സഭയാണ് സമസ്തയുടെ മുഷാവറ എന്ന് പറയുന്നത്. ആ മുഷാവറ അംഗങ്ങളെ സംബന്ധിച്ച് അവർ പരലോകമോക്ഷം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഈ പുതിയ കാര്യങ്ങളൊന്നും ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി വെട്ടി തുറന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് മുസ്ലിം സമുദായത്തിലുള്ള ആ സ്വാധീനം നഷ്ടപ്പെട്ടു പോകും എന്നാണ് മുസ്ലിം ലീഗിനെ ഭയപ്പെടുത്തുന്നത് എന്നത് ഒരു വസ്തുതയാണ്. അതിനുവേണ്ടിയാണ് മഹല്ലുകൾ കേന്ദ്രീകരിച്ച് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്നലെ നബിദിനമായിരുന്നു. നബിദിനത്തിൽ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ മാടക്കര ജുമാ മസ്ജിദിനകത്ത് നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളൊക്കെ ഇന്ന് വൈറലായി. ഇതൊക്കെ മുസ്ലിം ലീഗ് മതസ്ഥാപനങ്ങളെ കൈയടക്കാനും സമസ്തയെ വരുതിക്ക് നിർത്താനുമുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങളാണ്. RSS ഒരു ഭാഗത്ത് ഹിന്ദു ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന അതേ പ്രവർത്തനം മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. വിശ്വാസികളും അല്ലാത്തവരുമായ ആളുകൾ പ്രതിഷേധിക്കേണ്ടതാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊള്ളരുതായ്മകളെ പൊതുസമൂഹ മധ്യത്തിൽ പറയുമ്പോൾ ആ ഒരു പണ്ഡിതനെ അദ്ദേഹം ഇരിക്കുന്ന സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞ് അതിനെതിരെ തെട്ടൂരം പാസാക്കുന്നവരെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തേണ്ടതാണ്. ഈ വസ്തുതകൾ വെട്ടിത്തുറയെന്ന് പറയുന്ന മതപണ്ഡിതന്മാർക്ക് പിന്തുണ നൽകേണ്ടതും ഇന്നത്തെ കാലത്തിന്റെ ആവശ്യമാണ്.